ഏറ്റവും വലിയ നന്മ എന്താണ്? ഈ ഭൂമിയിൽ കടം മാറുന്നതോ കഷ്ടത മാറുന്നതോ രോഗം മാറുന്നതോ ആണോ പ്രിയരെ? അല്ല. നിങ്ങൾ തിരിച്ചറിയൂ, ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മ ക്രിസ്തുവിനെ ലഭിക്കുന്നതാണ്. യേശുവുമായിട്ടുള്ള ബന്ധം ലഭിക്കുന്നതാണ്. നിത്യജീവൻ്റെ അവകാശം ലഭിക്കുന്നതാണ്. യേശുവിനെ കണ്ടെത്താൻ ഭാഗ്യം കിട്ടുന്നതാണ്. യേശുവിനെ അപ്പാ എന്ന് വിളിച്ച് സ്നേഹിക്കാനുള്ള പദവി കിട്ടുന്നതാണ്. ആ പുത്രത്വത്തിൻ്റെ പദവി കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം ദൈവം നമുക്ക് തരും. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു 40 നാളോളം തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും മർമ്മങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, യേശു ജീവിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങൾ കർത്താവ് തരുന്നത്? യേശു ജീവിക്കുന്നുവെന്ന് നാം വിശ്വസിക്കാനാണ്. ചിലർക്ക് വലിയ രോഗസൗഖ്യം കർത്താവ് കൊടുക്കുന്നു. ചിലർക്ക് ചില കടബാധ്യതകൾ മാറ്റുന്നു. ചിലരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നു. ചില ഭാര്യയും ഭർത്താവും അകന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ അടുക്കുന്നു. ചിലർക്ക് പണത്തിൻ്റെ ഞെരുക്കം മാറ്റി കൊടുക്കുന്നു കർത്താവ്. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? യേശു ജീവിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ഉത്സാഹം കൊണ്ടല്ല, എൻ്റെ പഠിപ്പ് കൊണ്ടല്ല, എൻ്റെ കുടുംബ മാഹാത്മ്യം കൊണ്ടല്ല, അറിവ് കൊണ്ടല്ല. ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നന്മകളും എൻ്റെ യേശു ജീവിക്കുന്നുവെന്ന് സ്വയം അനുഭവിക്കുകയും ലോകത്തോട് അത് കീർത്തിക്കുകയും വിളിച്ചു പറയുകയും ഉയർത്തുകയും ചെയ്യാനുള്ള ഒരു ശ്രേഷ്ഠ അനുഭവമായി നാം കണ്ടെത്തുക. കടബാധ്യത വന്നു കയറുമ്പോൾ കുടുംബമായി ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകൾ. എന്നാൽ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ കടം വരുമ്പോൾ അവൻ ക്രിസ്തുവിൽ ധൈര്യപ്പെട്ടിട്ട് ക്രിസ്തുവിൽ ഉറച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുടി പോലും എണ്ണിയിരിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വരുന്നത് ദൈവം അറിയാതെയല്ല, ഞാനതുകൊണ്ട് നിരാശപ്പെടുകയില്ല, ഭാരപ്പെടുകയില്ല, എൻ്റെ കർത്താവ് പരിഹാരം തരുമെന്നുള്ള ഉറപ്പും ധൈര്യത്തോടെ നാം ധൈര്യമായി നിൽക്കുമ്പോഴാണ് ദൈവനാമം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഈ കടത്തിൻ്റെ വഴികളിലും മഹത്വം എടുക്കുന്നത്. അല്ലാതെ നിരാശപ്പെട്ട് ഞാനിങ്ങനെ നിരാശപ്പെട്ട് എൻ്റെ ജീവിതം എങ്ങനെയായി, എൻ്റെ ജന്മം എങ്ങനെയായി, മറ്റുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ, എനിക്കെന്താ ഇങ്ങനെ 100 ചോദ്യശരങ്ങൾ ദൈവത്തിനെതിരായി എയ്ത് സഹോദര, നിൻ്റെ ഹൃദയം കല്ലിച്ചു പോകല്ലേ, മകളെ നീ നിരാശപ്പെട്ടു പോകല്ലേ. നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്.